അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ സാധനം കേട്ടോ, നമ്മുടെ സ്വന്തം അൽഫാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചിരട്ടി എടുത്ത് നല്ല കനലുണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാലയായ കാന്താരി മസാല കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വൈബായിരിക്കും. അപ്പം നമ്മളിതാ നമ്മുടെ ഗ്രില്ലിലേക്ക് നമ്മുടെ ചിക്കനെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെയാണ് കേട്ടോ. വൈബായാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ സ്പെഷ്യൽ വാക്കുകളൊക്കെ ആണല്ലോ വൈബും സെറ്റും ഒക്കെ, അതുകൊണ്ട് അത് മാത്രമേ വായിൽ വരുന്നുള്ളൂ. ഞങ്ങൾ എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ടാട്ടോ കാന്താരിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിരിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്ന കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ മൊരിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്, വൈബാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ സ്ഥിരം ഞങ്ങളുടെ ഡിഷ് അൽഫാം തന്നെയാണ് കേട്ടോ, ഗ്രിൽഡ് ചിക്കൻ. ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ പോലെ ഒരേ സമയം ഫുഡും ഉണ്ടാക്കാം, വീട്ടിൽ വരുന്ന അതിഥികളോട് വർത്തമാനം പറയുകയും ചെയ്യാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുബുസും പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നാച്ചുറൽ ആവുമല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ ദാ പ്ലേറ്റിലായിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല എരിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിച്ചാൽ ഒട്ടും മടുപ്പൊന്നും വരില്ല കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മയോണൈസും നമ്മുടെ കുബുസും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും വൈബായിട്ട് കഴിച്ചു. ഇത് ഞങ്ങളുണ്ടാക്കിയത് ഞങ്ങളുടെ വീട്ടിൽ കസിൻസ് വന്നുകൊണ്ടാട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.